എല്ലാവർക്കും ഉണ്ണി സ്റ്റോൾസിലേക്ക് സ്വാഗതം. ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഭവം തന്നെയാണ്. മറ്റൊന്നുമല്ല, കപ്പയും മുളക് കറിയും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, എന്താ കപ്പയും മുളക് കറിയിൽ ഇത്ര സ്പെഷ്യലാണ്? എന്നാൽ സ്പെഷ്യലായിട്ടൊന്നുമുണ്ട്, ഇതിൻ്റെ മുളക് കറി. പിന്നെ കപ്പ പുഴുങ്ങുന്നതിനകത്ത് ചെറിയൊരു പൊടിക്കൈയും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കപ്പയ്ക്ക് വേണ്ടി ആദ്യം നമുക്ക് കടുക് പൊട്ടിക്കാം. അതിനായി വേണ്ടത് വെളിച്ചെണ്ണ, കടുക്, വറ്റൽമുളക്, കറിവേപ്പില, കുറച്ച് ഉഴുന്ന് പരിപ്പ്. ചൂടായ എണ്ണയിലേക്ക് ആദ്യം നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് മുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില, പിന്നെ നമുക്ക് ടേസ്റ്റിന് വേണ്ടി അതിലേക്ക് കുറച്ച് ഉഴുന്ന് ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നന്നായി വഴറ്റാം. മൂത്ത് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച കപ്പ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിനെ നന്നായി മിക്സ് ചെയ്യാം. കപ്പ പുഴുങ്ങുമ്പോൾ ഉപ്പ് ചേർത്തതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കണമെന്നില്ല. അങ്ങനെ നമ്മുടെ കപ്പ പുഴുങ്ങിയത് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് സ്പെഷ്യൽ മുളക് കറിയിലേക്ക് പോവാം. മുളക് കറിക്ക് വേണ്ടി കുറച്ച് മുളകെടുത്ത് ഞെട്ട് കളഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് പൊടിക്കാൻ കണക്കാക്കി ചൂടാക്കാൻ വെക്കാം. അടുത്തതായി നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. അതിനെ ഇതുപോലെ ഒരു പപ്പട കുത്തി വെച്ച് ചൂടാക്കിയെടുക്കാം. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഉള്ളിയുടെ വെള്ളമയം മാറാൻ വേണ്ടിയാണ് നമ്മളിതിനെ ചൂടാക്കുന്നത്. ചൂടാക്കുമ്പോൾ അത് കരിയാതെ നോക്കണം. ഉള്ളി കരിയാതെ വാടി വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് മാറ്റി വെക്കാം. അടുത്തതായി നമുക്ക് വേണ്ടത് വാളൻപുളിയാണ്. ഇതിനെ പിഴുപുളി എന്നും പറയാറുണ്ട്. ഇതിനെ നമുക്ക് ഒന്ന് ചുട്ടെടുക്കാം. മുളകിൻ്റെ ഉള്ളിയുടെ ആനുപാതികമായി എടുത്താൽ മതി. ഇനി നമുക്ക് ചൂടാക്കി വെച്ചിരിക്കുന്ന മുളക് ഒന്ന് പൊടിച്ചെടുക്കാം. മുളക് ഈ പരുവാകുമ്പോൾ നമുക്കതിനകത്തേക്ക് മുന്നേ ചുട്ട് വെച്ചിരിക്കുന്ന ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. പുളി, പിന്നെ നമ്മുടെ ആവശ്യാനുസരണം എത്രയെന്ന് വെച്ചാൽ അതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടി നമുക്കതിനെ അരച്ചെടുക്കാം. അരച്ചതിനെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എത്രയെന്ന് വെച്ചാൽ നമുക്ക് വെളിച്ചെണ്ണ അതിനകത്ത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ നാടൻ കപ്പയും മുളക് കറിയും റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിൻ്റെ സംശയങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾക്ക് ഇതിനകത്ത് കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്.